ഹലോ എവ്രി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ലീഗൽ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യ പാറ്റേൺ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്കറിയാം, അതായത് എങ്ങനെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിനേഷനിൽ, അതിന് മുമ്പ് നടന്ന എക്സാമിനേഷനിൽ, ബൈ ട്രാൻസ്ഫർ വന്ന എക്സാമിനേഷനിൽ എല്ലാം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരുമ്പം പറയുന്നതാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ബാച്ച് നമ്മളുടെ iPlusൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ബാച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പം iPlus നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വാൻസ് ലെവൽ കോച്ചിങ് ആണ്. അതായത് നിങ്ങളോട് മെന്റർഷിപ്പിലൂടെ കൂടിയാണ് ഈ കോച്ചിങ് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിനകത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റും എന്താണ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിലെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, എന്താണ് പാറ്റേൺസ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ള കാര്യം കൂടി iPlusന്റെ ടീം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ അയച്ചു തരിക. ഞങ്ങൾ കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ലീഗൽ വേർഡ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ പാറ്റേണിലൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ റെഗുലർ പ്രാക്ടീസോട് കൂടി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാത്രം അഡ്വാൻറ്റേജ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റൂ. എക്സാം കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്റ്റീവ് പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം അന്ന് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ്. രാവിലെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനും ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ആയിരിക്കും പാറ്റേൺ വരുന്നത്. ഒരേ ടൈമിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് എക്സാം എഴുതിയിട്ട് ആകെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സും വരും. ഇതാണ് എൻ്റെ പാറ്റേൺ. ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറഞ്ഞ പോലും നമുക്ക് തരത്തില്ല. അതേ ദിവസം തന്നെ നമുക്ക് ആ പാറ്റേണിൽ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ നമുക്ക് അവിടെ കിട്ടും. ആ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എക്സാമിൻ്റെ തലേ ആഴ്ച പഠിക്കാൻ പോയി കഴിഞ്ഞാൽ you never crack this examination. So what you want to do is, if you want to crack this examination, ഇപ്പോൾ തന്നെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ iPlusന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ നിങ്ങൾക്ക് പേപ്പർ വാല്യൂ ചെയ്ത് തരും എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ലീഗൽ ഫ്രേസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് പ്രീവിയസ് എക്സാമിനേഷൻസിൽ ലീഗൽ ഫ്രേസസ് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ പാറ്റേൺ കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കാൻ പോകുന്ന പാറ്റേൺ ലീഗൽ വൊക്കാബുലറിയാണ്. ലീഗൽ വൊക്കാബുലറിയുടെ പ്രത്യേകം നമ്മൾ പറയാം ഹൈക്കോർട്ട് എന്ന് പറയുന്ന പാറ്റേൺ. നമുക്ക് ബാക്കി എല്ലാ എക്സാമിനേഷനകത്തും ലീഗൽ വൊക്കാബുലറി, ലീഗൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല. ഇംഗ്ലീഷിനകത്താണ് ലീഗൽ വൊക്കാബുലറി ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ആയിരിക്കും വൊക്കാബുലറി ചോദിച്ചിരിക്കുന്നത്. അത് ലീഗൽ വൊക്കാബുലറി ആണ് എന്ന് പോലും ക്വസ്റ്റ്യൻ പേപ്പർ അവർ പറയില്ല. ബട്ട് യു കെൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ് ലീഗൽ വൊക്കാബുലറി ബിക്കോസ് നമ്മളത് പഠിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളെ വിടുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആബ് ഇനീഷ്യോ എന്ന് പറയുന്ന വേർഡാണ്. അബ് ഇനീഷ്യോ. സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് LLB-കാർക്ക് മാത്രമല്ല, LLB-കാർക്ക് ഈ വേർഡ് പെട്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യം എന്ന് പറയത്തില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം LLB-യുടെ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ കാണുന്ന ഒരു വേർഡാണ് അബിനീഷ്യോ, വോയിഡ് അബിനീഷ്യോ എന്നൊക്കെ പറഞ്ഞ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഡിഗ്രിയുള്ള ആർക്ക് വേണമെങ്കിലും എക്സാം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി LLB ഉള്ളവർക്ക് മാത്രമേ സ്കോർ ചെയ്യാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഡിഗ്രിക്കാർക്കും ലീഗൽ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ക്രാക്ക് ദിസ് എക്സാമിനേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ലീഗൽ വേർഡ്സ് നോക്കാം. ആദ്യത്തെ അബിനീഷ്യോ എന്ന് പറയുന്ന വേർഡാണ്. ദിസ് ഈസ് എ ലാറ്റിൻ വേർഡ്. ലീഗൽ ടേംസ് എല്ലാം മിക്കതും ലാറ്റിൻ ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു ലാറ്റിൻ വേർഡാണ്. ഈ അബിനീഷ്യോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. എന്താണ് പ്രത്യേകത? നമ്മൾ വേർഡ്സ് ഒക്കെ പഠിക്കുമ്പം എല്ലാ സെഷൻസിലും ഞാൻ പറയുന്ന പോലെ വിഷ്വലൈസേഷൻ മെത്തേഡ്, പഠിക്കുന്ന കാര്യം മൈൻഡിൽ വിഷ്വൽ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പ്രത്യേകത? നമ്മൾ വെറുതെ കാണാൻ പഠിക്കുകയാണ്. അബിനീഷ്യോ ഒരു ലാറ്റിൻ വേർഡാണ്. ഫ്രം ദ ബിഗിനിങ് എന്നാണ് അർത്ഥം. ഫ്രം ഇൻസെപ്ഷൻ, ഫ്രം ദ ബിഗിനിങ് അബിനീഷ്യോ, ഫ്രം ദ ബിഗിനിങ് അബിനീഷ്യോ. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഓ മൈ ഗോഡ് അബിനീഷ്യോ വാട്ട് ഇറ്റ് മീൻസ്, എന്തായിരുന്നു അബിനീഷ്യോ എന്ന് കൺഫ്യൂസ്ഡ് ആവും. സോ സിമ്പിൾ ആയി പഠിച്ചിട്ടാണ്. തുടക്കം മുതൽ എന്നാണ് അബിനീഷ്യോ എന്ന് പറയുന്നത്. എങ്ങനെ പഠിക്കും? ഇംഗ്ലീഷിൽ മൊത്തം 26 ലെറ്റേഴ്സ് ആണല്ലോ. ഇംഗ്ലീഷിൽ മൊത്തം 26 ലെറ്റേഴ്സ്. തുടങ്ങുന്നത് എയിൽ ബിയിലാണ്. എയിലും ബിയിലും ആണ്. അപ്പൊ അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കമാണ്. സെറ്റ് ചെയ്താ നോക്ക്. ഇംഗ്ലീഷിൽ മൊത്തം 26 ലെറ്റേഴ്സ്. അതിൽ തുടങ്ങുന്ന വേർഡ് എ ബി. ആണ് ആണല്ലോ. ലാറ്റിൻ വേർഡാണ്. തുടങ്ങമാണ്. ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ നിന്ന് എന്ന് പറയാനാണ് ഫ്രം ദ ബിഗിനിങ് എന്നാണ്. എന്താണ് സംഭവം? അബിനീഷ്യോ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് സം ഫാക്ട് എക്സിസ്റ്റഡ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് എ റിലവന്റ് ടൈം പീരീഡ്. തുടക്കം മുതലേ അത് അങ്ങനെ തന്നെയായിരുന്നു. ഇത്രയാണ് പാറ്റേൺ. അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്.
നമുക്ക് എ ബിയിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾ പിന്നെ കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട. അബിനീഷ്യോ എന്ന് തന്നെ തുടക്കം മുതലാണ്, അബിനീഷ്യോ എന്ന് തന്നെ തുടക്കം മുതലാണ്, അതൊന്നും വേണ്ട. എ ബിയിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് തുടക്കം മുതലാണ് ആണല്ലോ. വെൽ, കോമൺലി യൂസ്ഡ് റെഫറിംഗ് ടു ദ ടൈം ഓഫ് എ കോൺട്രാക്ട്, സ്റ്റാറ്റ്യൂട്ട്, മാരേജ് ഓർ ഡീഡ് ബിക്കം ലീഗൽ. സാധാരണഗതിയിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ്, എന്തെങ്കിലും ഡീഡ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തേക്കാണ് അബിനീഷ്യോ എന്നുള്ളത്. ഫാമിലി വാസ് കവേർഡ് അബിനീഷ്യോ ബൈ ഹെർ മെഡിക്ലെയിം. തുടക്കം മുതലേ മെഡിക്ലെയിം കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ്. മൈനസ് കോൺട്രാക്ട് ഈസ് വോയിഡ് അബിനീഷ്യോ. ഞാൻ പറഞ്ഞില്ലേ, ലീഗൽ LLB പിള്ളേർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് വോയിഡ് അബിനീഷ്യോ എന്ന് പറയുന്നത്. എന്താ സംഭവം വോയിഡ് അബിനീഷ്യോ? വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വോയിഡ് അബിനീഷ്യോ, ദ മൈനസ് കോൺട്രാക്ട് ഈസ് വോയിഡ് അബിനീഷ്യോ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനറിന്റെ കോൺട്രാക്ട്, അതായത് മൈനർ എന്ന് പറഞ്ഞാൽ ആരാ? ദിസ് ഇസ് ഓൾസോ ലീഗൽ ടൈം. നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെല്ലാം മൈനേഴ്സ് ആണ് ആണല്ലോ. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല ആണല്ലോ. കോൺട്രാക്റ്റിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ ഉള്ള പാറ്റേൺ ആണ് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തിൽ ഏർപ്പെടാൻ പറ്റൂ? ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂ. അപ്പൊ 18 വയസ്സിന് മുമ്പിൽ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ അത് വോയിഡ് ആണ്. അതായത് തുടക്കം, ഇനി അങ്ങോട്ട് നോക്കണ്ട, തുടക്കം മുതലേ ദാറ്റ് ഈസ് നൾ. ആ കോൺട്രാക്ട് വാലിഡ് അല്ല, അത് വോയിഡ് ആണ്. സോ തുടക്കം മുതൽ ദിസ് ഈസ് ദ പാറ്റേൺ വോയിഡ് അബിനീഷ്യോ. വോയിഡ് അബിനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അബിനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ എന്ന് പറയുന്ന പാറ്റേണിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വേർഡാണ് അബിനീഷ്യോ എന്ന് പറയുന്നത്. ഇനി തെറ്റില്ലല്ലോ. വെൽ, അടുത്ത് നമ്മൾ വേർഡ് പഠിക്കാൻ പോവാം. അബ്രോഗേറ്റ് ആണല്ലോ. അബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ലാറ്റിൻ വേർഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലീഗൽ വേർഡ്സ് എല്ലാം ലാറ്റിൻ ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അബ്രോഗേറ്റ് ഡെറിവേർഡ് ലാറ്റിൻ വേർഡ് അബ്രോഗയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ അബ്രോഗേറ്റ് എന്ന വേർഡ് കിട്ടിയത്. അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മീൻസ് റിപ്പീൽ ഓർ annul. To abrogate is to formally annul or repeal a law through an act of legislation, constitutional authority or custom. ഒന്നുമില്ല. അബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ എടുത്തു കളയുക. എൻഡ് എ ലോ, ഒരു കാര്യത്തെ എടുത്തു കളയാൻ നമ്മളതിന് വേണ്ട എന്ന് വെക്കുകയാണ്. ചിലപ്പോൾ അതൊരു എന്ത് വഴിയായിരിക്കും? ചിലപ്പോൾ അതൊരു ലെജിസ്ലേഷൻ വഴിയായിരിക്കും, ഒരു നിയമം വഴിയായിരിക്കും ആണല്ലോ. നമ്മുടെ ഹയസ്റ്റ് ലെജിസ്ലേറ്റീവ് ബോഡിയാണ്. വേഗം നിങ്ങൾ തന്നെ പറ. നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ മറ്റ് കണക്ഷൻസും കൂടി പോകാം. ബാക്കി GK ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് കണക്ട് ചെയ്തു പോകാം. വൊക്കാബുലറി പഠിക്കുന്നതിൻ്റെ കൂടെ GK ക്വസ്റ്റ്യൻസും കൂടി വേഗം വേഗം. അതായത് ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ. വേഗം, ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ ഈസ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പാർലമെന്റ് ആണ് ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി എന്നറിയപ്പെടുന്നത്. പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. എന്താ പ്രത്യേകത? ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ലോകസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ഒരു ബില്ല് അവതരിപ്പിക്കണം. ഇതർ യു ക്യാൻ എവിടെ? ലോകസഭയിൽ പറ്റും, അല്ലെങ്കിൽ രാജ്യസഭയിൽ. ഓക്കെ, എവിടെ വേണമെങ്കിലും പറ്റും. ലോകസഭയിലാണ് നിങ്ങൾ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ എങ്ങോട്ട് പോകും? രാജ്യസഭയിലേക്ക് പോകും. ഇനി രാജ്യസഭയിലാണ് നിങ്ങൾ ബില്ല് അവതരിപ്പിക്കുന്നത്, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും? ലോകസഭയിലേക്ക് പോകും. എവിടെ പോയാലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്യുന്നതിനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഒരു ബില്ല് നിയമമാകുന്നത്, ഒരു ആക്ട് ആകുന്നത്. അങ്ങനെ ഒരു ലെജിസ്ലേഷൻ വഴി, ഒരു നിയമം വഴി എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ നിയമം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റും. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്, ചേഞ്ച് എന്നാണ് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേണ്ട അർത്ഥം. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. ചിലപ്പോൾ അതൊരു ആർട്ടിക്കിളിന്റെ എണ്ണം കൂട്ടുമായിരിക്കും, ആർട്ടിക്കിൾ അഡീഷൻ ഓഫ് ആർട്ടിക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ഓഫ് ആർട്ടിക്കിൾ ആയിരിക്കും, ഉള്ളതിൽ മാറ്റം വരുത്തിയായിരിക്കും. ഇപ്പം ആർട്ടിക്കിൾ 370, ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാറ്റേൺ ആർട്ടിക്കിൾ 370 ഓഫ് പാർലമെന്റ്. അതുകൂടി നമുക്ക് കാണിച്ചു പോവാം. 2019 ആണല്ലോ. 2019 ഈ പറയുന്ന ആർട്ടിക്കിൾ 370 നമ്മൾ എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന പാറ്റേൺ, അല്ലെങ്കിൽ അബോർഗേഷൻ ചെയ്തു എന്ന് പറയുന്ന പാറ്റേൺ. 2019 അബോർഗേഷൻ 370 എന്തുമായി ബന്ധപ്പെട്ടാണ്? നമുക്ക് എക്സാമിന് എടുത്തുള്ള എക്സാംസിലൊക്കെ ചോദിക്കും 370 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. 370 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിക്കൊണ്ടിരുന്ന ഒന്നാണ്. എന്ത്? ജമ്മു ആൻഡ് കാശ്മീരിന് നൽകിക്കൊണ്ടിരുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് ഈ ആർട്ടിക്കിൾ 370 പ്രകാരം. അതായത് ഇവർക്ക് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ആർക്ക്? ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിന്. നമുക്ക് അവിടെ പോയി സ്ഥലം മേടിക്കാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ പറ്റും, അന്ന് പറ്റില്ലായിരുന്നു ആണല്ലോ. അതായത് 2019 മുൻപ് വരെ സ്പെഷ്യൽ അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഏത്? ജമ്മു ആൻഡ് കാശ്മീർ. നമ്മൾ നിയമപുസ്തകങ്ങൾ ഏതെടുത്ത് പഠിച്ചാലും നിങ്ങൾ അവിടെ കാണും
തുടക്കത്തിൽ, അതായത് ഒരു നിയമപുസ്തകത്തിന്റെ തുടക്കം ഇങ്ങനെയായിരിക്കും അവർ കുറിക്കുന്നത്, ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും തുടങ്ങുന്നത്. അതായത് 2019 മുമ്പ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളത് അബോർഗേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അബോർഗേഷൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അബോർഗേഷൻ എന്ന് പറഞ്ഞ വാക്കാണല്ലോ നമ്മൾ പഠിക്കുക. അബ്രോഗേഷൻ എന്ന് പറയുന്ന വേർഡ് ആണല്ലോ. അബോർഗേഷൻ എന്ന് ഞാൻ പറഞ്ഞ എന്തിനാ, അവിടെ നിന്ന് നമുക്ക് കിട്ടും. കാരണം അബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അബോഷൻ ചെയ്യുക. നമുക്ക് എളുപ്പം, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ലീഗൽ വേർഡ് എന്നോ അയ്യോ ഈ ലീഗൽ വേർഡ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് പഠിക്കണം. നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞ ഒരു സാധനത്തിൽ നിർത്തൽ വരുത്തുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഒരു സാധനത്തിൽ നിർത്തൽ കൊണ്ടുവരികയാണ് നമ്മൾ ഈ പാറ്റേൺ ആണല്ലോ. അബോർഷൻ നടത്തുകയാണ്, നിർത്തൽ വേണ്ട. നമ്മൾ എന്ത് ചെയ്യാണ്, ഗർഭിണിയായപ്പോൾ ഗർഭിണി അബോട്ട് ചെയ്തു എന്ന് പറയാണ്, ഗർഭിണി അബോട്ട് ചെയ്യാണ്. സോ ആ പാറ്റേണിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നിർത്തൽ വരുത്തുകയാണ്, ഗർഭം വേണ്ട എന്ന് വെക്കുകയാണ്. അബോഷൻ എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കലാണ്, ഗർഭം വേണ്ട എന്ന് വെക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് അബോഷൻ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അബ്രോഗേഷൻ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ 2019 ആർട്ടിക്കിൾ 370 അബോഗേഷൻ നമ്മൾ നടത്തിയായിരുന്നു. അന്ന് അമിത്ഷാ ആയിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബില്ല് അവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. രാജ്യസഭയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോ രാജ്യസഭയിൽ അവതരിപ്പിച്ചു, പിന്നീട് ലോകസഭയിൽ അവതരിപ്പിച്ചു, പിന്നെ ഇന്ത്യയുടെ പ്രസിഡന്റ് സൈൻ ചെയ്യുന്നു. ഇതാണ് പാറ്റേൺ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ആർട്ടിക്കിൾ 370 അബോർഗേഷൻ കൊണ്ടുവന്ന് അങ്ങനെയാണ് ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെട്ടത് ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്റ്റേറ്റസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ജമ്മു ആൻഡ് കാശ്മീരിന്റെ അധികാര പദവിയിൽ നിന്നിരുന്ന പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യവും ഡിസ്കസ് ചെയ്തു ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് എന്നുള്ള അബോഗേഷൻ നോക്കാം. അബോഗേഷൻ ഓൾസോ അപ്ലൈസ് ടു റിവോക്കിംഗ് ഓർ വിത്ഡ്രോയിങ് കണ്ടീഷൻസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ആയിക്കോട്ടെ, ഒരു കോൺട്രാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വോയിഡ് അബ് ഇനീഷ്യോ, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഒരു വേർഡാണ് വോയിഡ് അബ് ഇനീഷ്യോ. എന്താണ് ഒരു കോൺട്രാക്റ്റിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിനകത്ത് മേജറായ പാർട്ടീസേ ഉണ്ടാവാൻ പാടുള്ളൂ. 18 വയസ്സിന് താഴെയുള്ള മൈനർ പാർട്ടീസ് ഉണ്ടെങ്കിൽ അത് വോയിഡ് അബ് ഇനീഷ്യോ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. വോയിഡ് അബ് ഇനീഷ്യോ ആണ് എന്ന് പറഞ്ഞു. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ പഠിച്ചു. അതായത് തുടക്കം മുതൽ അത് വോയിഡാണ്, തുടക്കം മുതൽ അത് വോയിഡ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സോ അബ്രോഗേറ്റ് അപ്ലൈസ് ടു റിവോക്ക് ഓർ വിത്ഡ്രോയിങ്. ഒരു വിത്ഡ്രോ ചെയ്യാണ് അല്ലെങ്കിൽ റിവോക്ക് ചെയ്യാണ്. എന്താണ് റിവോക്കിംഗ് അല്ലെങ്കിൽ വിത്ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കണ്ടീഷൻ, ഒരു കോൺട്രാക്റ്റിൽ ഒരു കണ്ടീഷൻ ഏർപ്പെട്ട് ഞാൻ ഇനി അത് പിൻവലിക്കുകയാണ് എന്ന് പറയുന്ന പാറ്റേൺ അബോഗേഷൻ. എൻഡിലേക്ക് വരുത്താണ് അബോഗേറ്റ് മീൻസ് ടു എൻഡ് എ ലോ. ഇപ്പോൾ അബോഷനിൽ നിന്ന് നമുക്ക് കാണാം ലോ വിൽ സി അബോഗേറ്റഡ് ഇഫ് എ സ്റ്റാറ്റ്യൂട്ട് ഈസ് റിപ്പീൽഡ് ബൈ പാർലമെന്റ്. നമ്മുടെ പാർലമെന്റ് അവതരിപ്പിച്ച ഒരു സ്റ്റാറ്റ്യൂട്ട് ആണല്ലോ, നിയമം, അത് റിപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന നിയമം അബോർഗേറ്റഡ് ആകും എന്നുള്ള കാര്യം ഓർക്കുക. ഇഫ് ആൻ ആക്ട് ഈസ് സ്പെസിഫിക്കലി എനാക്റ്റഡ് ടു അബോളിഷ് എ റൂൾ ഓഫ് ലോ എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോർട്ട്. അതായത് എന്താണ്, നമ്മളുടെ ഇന്ത്യയിൽ നമ്മളുടെ നിയമം ഉണ്ടാക്കുന്ന ആരാന്ന് പറഞ്ഞു, പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ് നിയമം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ് നിയമം ഉണ്ടാക്കുന്നത്. നമ്മളെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഈ നിയമം ഒരിക്കലും നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാകരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നിയമം നമ്മൾ ഉണ്ടാക്കിയാലും അത് ഒരു കാരണവശാലും ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കില്ല, ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കരുത്. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് ആണല്ലോ. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് ആണല്ലോ. ആർട്ടിക്കിൾ 25 to 28 ഏതാ വേഗം പറഞ്ഞേ? ആർട്ടിക്കിൾ 25 to 28. ആർട്ടിക്കിൾ 25 to 28 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റിലീജിയൻ ആണ് ആണല്ലോ. എനിക്ക് വേണമെങ്കിൽ ഹിന്ദു ആകാം, വേണമെങ്കിൽ ക്രിസ്ത്യാനി ആകാം, മുസ്ലിം ആവാം. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് പറയാൻ ദൈവമില്ല എന്നുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കും, ഇന്ത്യയുടെ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുമോ, നാളെ മുതൽ നിങ്ങൾക്ക് ആരാധിക്കാനുള്ള അധികാരമില്ല എന്ന് പറയാം. ഞാൻ എന്ത് ചെയ്യും? വേഗം പറ, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നാളെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരാണ്, നിങ്ങൾക്ക് ആരാധിക്കാനുള്ള അധികാരമില്ല എന്നുള്ളത്. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കും. കാരണം ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കും. എന്നിട്ട് ഞാൻ പറയും, ദിസ് ഈസ് ദ ക്ലിയർ വയലേഷൻ ഓഫ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എനിക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലിയർ വയലേഷൻ ആണ് ഈ നടത്തിയിരിക്കുന്നത്, ഞാൻ സമ്മതിച്ചെടുത്തില്ല എന്ന് പറയും ആണല്ലോ. അല്ലെങ്കിൽ എനിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം റിറ്റ് ടു റിസ്ട്രിക്ഷൻ വഴി അവിടെ പോകാം.
ഹൈക്കോർട്ടിൽ പോകാം. അതോ നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എഴുതാൻ പോകണം. സോ ഹൈക്കോർട്ടിൽ എനിക്ക് പോകാം. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിൽ പോകാം ആണല്ലോ. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി പറയും ശരിയാണല്ലോ ഈ പറഞ്ഞത്, ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരായിട്ട് ഒരു നിയമം പാസ്സാക്കാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അൾട്രാ വൈറസ് ആണ്. നമ്മൾ അടുത്ത വേർഡ് പഠിക്കാണ്ട് ലീഗൽ വേർഡിൽ ഞാൻ എടുത്ത് പഠിപ്പിക്കുന്ന ഒരുപാടാണ്. അൾട്രാ വൈറസ് പറയുമ്പോൾ അന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്തായി അൾട്രാ വൈറസ് എന്നേരം എനിക്ക് പറഞ്ഞു തരണം. സോ അൾട്രാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാറ്റേൺ നമ്മൾ പറഞ്ഞു. അതായത് നിയമത്തിനെതിരായി വരികയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരായിട്ട് വരുവാണെങ്കിൽ അപ്പോൾ ദി കോർട്ട് സേസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഇത് അൾട്രാ വൈറസ് ആണ്, ഈ ലെജിസ്ലേഷൻ നിലവിൽ കൊണ്ടുവരാൻ പറ്റില്ല. സോ ദിസ് ഈസ് അബ്രോഗേഷൻ. നൗ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അബ്രോഗേഷൻ. ഓൾസോ ഗോ വിത്ത് ദ patent accomplice. Yes, we are going to discuss about accomplice. What do you mean by accomplice? An accomplice is defined as a person who knowingly, voluntarily or intentionally give assistance to another, or in some cases fail to prevent another from the commission of a crime. ഒന്നുമില്ല, ഒരാളൊരു ക്രൈം ചെയ്യാൻ പോവാണ്. ഞാനല്ല ഇത് വേറൊരാളെ ക്രൈം ചെയ്യാൻ പോകുന്നത്. ക്രൈം ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്ത് ചെയ്യാണ്? നോയിങ്ലി, അറിഞ്ഞുകൊണ്ട് വോളണ്ടറിലി, അറിഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട്, ഇൻറ്റൻഷനും കൊണ്ട് എന്ത് അസിസ്റ്റൻസ് കൊടുക്കുക. കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ഞാൻ. നീ ഒരു കാര്യം, ഞാൻ ബോംബിട്ടോ, ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം. അവിടെ എപ്പോഴൊക്കെയാണ് ബോംബിടാൻ പറ്റുന്നത്, അവിടെ പോലീസ് സെക്യൂരിറ്റി ഇല്ലാത്ത എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാനത് അക്കംപ്ലയൻസിലേക്ക് എത്തും. ഞാൻ അയാളെ സഹായിക്കുന്നതിന് തുല്യമാണ് അക്കംപ്ലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സഹായിക്കുന്നതിന് തുല്യമായി അക്കംപ്ലയൻസ് എത്തി എന്നുള്ള പാറ്റേൺ ആണ് പറഞ്ഞത്. അതിന് അതൊന്നും വേണമെന്നില്ല. ഫെയിൽ ടു പ്രിവെന്റ് അനദർ പേഴ്സൺ. ഒരാളതൊക്കെ ചെയ്യാൻ പോകും. ഞാൻ അറിഞ്ഞു ബോംബ് വെക്കാൻ പോവാ പാർലമെൻറ്റ്. ഞാൻ അറിഞ്ഞു, എന്നോട് പറഞ്ഞായിരുന്നു പാർലമെൻറ്റ് ബോംബ് വെക്കാൻ പോവാം. ഞാൻ ഒന്നും വേണ്ടിയില്ല. നിങ്ങൾ ബോംബ് വെക്കോ, തിന്നോ, എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ ആരെയും അറിയിച്ചതുമില്ല, ഞാനൊന്നും ചെയ്തുമില്ല. ഞാൻ അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. സോ ഞാൻ അക്കംപ്ലയൻസ് ചെയ്തു. എന്നിട്ട് പോലീസ് വിളിക്കുമ്പോൾ അയ്യോ ഞാൻ ബോംബ് വെക്കാനൊന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അക്കംപ്ലയൻസിലാണ് എന്നുള്ളതാണ്. ദിസ് ഈസ് അക്കംപ്ലയൻസ്. അൺലൈക്ക് എ മിയർ ആക്സസറി ഈസ് യൂഷ്വലി പ്രസന്റ് ഓർ ഡയറക്ട്ലി എയ്ഡ്സ് ഇൻ ദ ക്രൈം. ഓക്കെ, നമ്മൾ പ്രസന്റ് വേണമെന്ന് തന്നെ ഇല്ല, നമ്മളുടെ ഒരു പാർട്ട് തന്നെ ആ പാറ്റേൺ ഉണ്ടായാൽ മതി. അക്കംപ്ലിസ് മേ ഷെയർ ഇൻ ദ സെയിം ചാർജ് ആൻഡ് പണിഷ്മെന്റ് ആസ് ദ പ്രിൻസിപ്പൽ ക്രൈം. മറ്റേ ആൾ എന്താണോ അയാൾക്ക് കിട്ടിയ ശിക്ഷ അത് തന്നെ എനിക്കും കിട്ടും. നിങ്ങൾക്ക് പ്രധാനമായിട്ടും രാജീവ് ഗാന്ധി അസാസിനേഷനുമായി ബന്ധപ്പെട്ട കേസ് അറിയാമായിരിക്കും. രാജീവ് ഗാന്ധി അസാസിനേഷൻ, നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു രാജീവ് ഗാന്ധി ആണല്ലോ. ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഇന്ത്യയിലെ പിതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓപ്പറേഷൻ ഈ ബ്ലാക്ക് ബോർഡ്, നവോദയ സ്കൂളുകളുടെ ദൈവമല്ല നവോദയ സ്കൂളുകളുടെ പിതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പാറ്റേൺ പറയുന്ന ഒരാളാണ് ആര്? രാജീവ് ഗാന്ധി ആണല്ലോ. ഈ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി വന്ന പാറ്റേണിനകത്ത് ഒരു തമിഴ് വ്യക്തി അയാൾ അറസ്റ്റ് ചെയ്തു. കുറേ വർഷങ്ങൾ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആണല്ലോ. ഒരു 10-25 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. എന്തായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന തെറ്റ്? അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു ബാറ്ററി സെല്ല് വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് അയാൾ ചെയ്ത തെറ്റ്. നമ്മൾ ക്ലോക്കിൽ ഇടുന്ന ഒരു ബാറ്ററി സെല്ല് അയാൾ വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾ വിചാരിക്കായിരിക്കും ക്ലോക്കിൽ ഇടുന്ന ഒരു ബാറ്ററി സെല്ല് മേടിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അത്ര വലിയ തെറ്റാണ്. ഇതാണ് നമ്മൾ അക്കംപ്ലയൻസ് പറഞ്ഞത്. അതായത് വെറും ഒരു ബാറ്ററി സെല്ല് മേടിക്കുക അല്ല അയാൾ ഉദ്ദേശിച്ചത്. ഈ ബാറ്ററി സെല്ല് കൊണ്ടാണ് ബോംബ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബോംബ് ഉണ്ടാക്കിയ അയാളല്ല, ഇതുകൊണ്ടാണ് ബോംബ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുകൊണ്ടാണ് രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പോകുന്നത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെടും എന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഇതാണ് ആ പാറ്റേൺ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതായത് കേവലം നമ്മൾ നോക്കുമ്പോൾ 10 രൂപ കൊടുത്ത് കടയിൽ പോയി നമ്മൾ സാധാരണ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ക്ലോക്കിൽ ഇടുന്ന ഒരു ബാറ്ററി സെല്ല് മേടിച്ചതാണ് അയാൾ ചെയ്ത തെറ്റ്. അതിനാണ് അയാളുടെ 25 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നത്. വധശിക്ഷ വിധിച്ചിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പിന്നീട് അത് പിൻവലിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ദിസ് ഈസ് ദ പാറ്റേൺ. രാജീവ് ഗാന്ധി അസാസിനേഷനുമായി ബന്ധപ്പെട്ട പാറ്റേൺ അക്കംപ്ലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ജനറലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻ അക്കംപ്ലൻസ് മീൻസ് എ ഗിൽറ്റി അസോസിയേറ്റഡ് ഓർ പാർട്ട്ണർ ഇൻ ക്രൈം. അതായത് ഒരു ക്രൈമിലെ പാർട്ട്ണറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ അക്കംപ്ലിസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെ ഓർത്തിരിക്കും ആണല്ലോ. എങ്ങനെ ഓർത്തിരിക്കും? നമുക്ക് അതാണല്ലോ വിഷയം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എക്സാമിന് എങ്ങനെ എഴുതും എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഓർക്കുന്നത്. ഞാൻ പറഞ്ഞു കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. കാണാപ്പാടം പഠിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? അക്കംപ്ലിസ് ആണല്ലോ. എങ്ങനെ കിട്ടും അക്കംപ്ലിസ്? അക്കംപ്ലയൻസ്. പോലീസ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാർ, പോലീസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിരിക്കുന്ന ആളാണ് അക്കംപ്ലയൻസ് എന്ന് പറയുന്നത്. അതായത് മറ്റേ ആൾ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളവിടെ ക്രൈം ചെയ്തോ, ഞാൻ നോക്കാം പോലീസ് വരുന്നുണ്ടോ. ഞാൻ വരുന്നില്ല, ഞാൻ പോലീസിനോട് ഞാൻ നിങ്ങളെ ക്രൈമിലൊന്നും ഞാനൊന്നും ഇടപെട്ടില്ല, ഞാൻ ബാങ്ക് കൊള്ളയടിക്കാനൊന്നും ഞാൻ പോയില്ല, പക്ഷെ ഞാൻ പോലീസിനെ നോക്കിക്കൊണ്ട് മതി, അത് മതി, that's enough. See, imagine 2 individuals conspire together. രണ്ടുപേര് ഗൂഢാലോചന to plan and carry out a bank robbery. ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ചെയ്ത്
with one person acting as lookout while the other commits a theft. ഞാൻ ഈ പറഞ്ഞത് ബാങ്ക് കൊള്ളയടിക്കാൻ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചു. നിങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ പോയി ഞാൻ നിങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ്. പോലീസ് വരുന്നുണ്ടോ എന്ന് നോക്കി അൺകംപ്ലീസ് ആയിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് ആണല്ലോ. നമ്മൾ രണ്ടും ഒരേ ക്രൈമല്ലേ ഇത്? അതോ ഞാൻ കൊള്ളയടിക്കാൻ ഞാൻ അങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ക്രൈം ചെയ്യാത്ത ആളാണോ? അല്ല. ഇതാണ് ഇവിടെ പറഞ്ഞത്. ദ പേഴ്സൺ ഹു ലുക്ക്ഡ് ഔട്ട് ഈസ് ആൻ അക്കംപ്ലൻസ്. നിങ്ങൾ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ അതിൻ്റെ ഞാനും പങ്കുകാരനായി, ഞാൻ പങ്കുവിറ്റു എന്നുള്ളതാണ്. സോ അക്കംപ്ലൻസ് എന്ന് പറയുന്ന പാറ്റേണിലേക്ക് എത്തി. ഡീൽ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വിറ്റ് എന്ന് പറയുന്ന വേർഡാണ്. വാട്ട് യു മീൻ ബൈ അക്വിറ്റ്? അക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി, വേർഡിൽ നിന്ന് തന്നെ ഉണ്ട് സെറ്റ് ഫ്രീ, ക്വിറ്റ്, അക്വിറ്റ്, ക്വിറ്റ്. വാക്ക് കിട്ടിയോ? നോക്ക്, ഞാൻ പറഞ്ഞില്ലേ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ പഠിക്കുക. ക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ? പുറത്താക്കി. അതായത് ടു സെറ്റ് ഫ്രീ, റിലീസ് ഓർ ഡിസ്ചാർജ് ഫ്രം ആൻ ഒബ്ലിഗേഷൻ, ബർഡർ ഓർ അക്യൂസേഷൻ. എന്താണ് അക്യൂസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പ്രതിയാക്കുകയാണ് ആണല്ലോ, നിങ്ങളെ പ്രതിയാക്കാണ്. എന്താണ് അക്യൂസേഷൻ? പ്രതി എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി. നിങ്ങളെ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാക്കി ഞാൻ വെക്കുകയാണ്. നിങ്ങളെ അക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിട്ടു. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്, ഓർമ്മയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ആണല്ലോ. അതായത് നടിയെ പീഡിപ്പിച്ച കേസിൽ ദിലീപിനെ അക്വിറ്റ് ചെയ്തു. നിങ്ങൾ ആ വേർഡ് അവിടെ നിന്ന് കണ്ടു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട സാധനം അതായിരിക്കും. അക്വിറ്റ് ചെയ്തു, ക്വിറ്റ്. ദിലീപിനെ അക്വിറ്റ് ചെയ്തു, ദിലീപിനെ വെറുതെ വിട്ടു, അക്വൈറ്റ് ചെയ്തു. ഇനി പഠിക്കേണ്ട കാര്യമില്ല. ടു റെൻഡർ എ വേർഡിക്ട് ഓഫ് നോട്ട് ഗിൽറ്റി. വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിധി, ജഡ്ജ്മെന്റ് ആണ് ചോദിക്കാറുള്ളതാണ്. വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്? വേർഡിക്റ്റ് ഒരു ജഡ്ജി വിധിയാണ്. ദ കോർട്ട് അക്വിറ്റഡ് ദ prisoner acquitted ചെയ്തു. When a person accused of a crime is legally freed by a court, generally as a result of lack of evidence. എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഒരു ക്രൈമിൽ നിന്ന് ഒരു അക്യൂസിനെ, ഒരു അക്യൂസ് എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി, പ്രതി, അയാളെ അക്യൂറ്റ് ചെയ്യാണ്. എന്താണ്? എവിഡൻസ് ഇല്ല. നമ്മൾ ടി വിയിലെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. തെളിവിന്റെ അഭാവം മൂലം ഇയാൾക്കെതിരെയുള്ള പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ ശരിവെക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് കൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു. This is acquit. Deal. Okay, go for the next question. Also ad litem. അടുത്ത നമ്മൾ പറയാം ad litem for the purpose of the legal action only for the suit. ഒരു പ്രത്യേക സ്യൂട്ടിനകത്ത് used to refer to someone chosen by a law of court to do something for another person when that person is not able to do themselves. ഒരു കുട്ടിക്ക് ഒരു കോടതിയുടെ ഒരു സ്യൂട്ടിനിടയിൽ കുട്ടിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ. അപ്പോൾ കോടതി ഒരാളെ നിയമിക്കുകയാണ് കുട്ടിക്ക് പകരമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, കുട്ടിക്ക് പകരമായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി കോടതി ഒരാളെ നിയമിക്കുകയാണ് ആണല്ലോ. ലിറ്റിയാണ് എന്ന് ആലോചിച്ചാൽ മതി. ആക്ട് ലിറ്റിയാണ് എന്നുള്ളത് കോടതി ലിറ്റിയാണ്. ഈ ആളോട് പറയുകയാണ് നീ അവന് വേണ്ടി ആക്ട് ചെയ്യാൻ വേണ്ടി, ലിറ്റ് ചെയ്യാൻ വേണ്ടി, ആക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാം. സോ ആക്ട് ലിറ്റം എന്ന് പറയുന്നത് ആണല്ലോ. ആക്ട് ലിറ്റം എന്ന് പറഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ. പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ. സി എ ഗാർഡിയൻ, ആക്ട് ലിറ്റം ഈസ് എ ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ ദ കോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, രക്ഷാധികാരി എന്ന് പറയുന്ന പാറ്റേൺ ആണ്. സോ ആക്ട് ലിറ്റം എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ അവർക്ക് വേണ്ടി ലിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറയാണ്. ലൈറ്റ് അടിച്ചു കൊടുക്കുക എന്നോർത്താൽ മതി. ഇതാ ആക്ട് ലിറ്റത്തിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുക. ഈ ലൈറ്റ് കിട്ടത്തില്ല, ആക്ട് ലിറ്റം ലൈറ്റ്. മറ്റേ ആൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് കോടതി ഒരാൾ അപ്പോയിന്റ് ചെയ്യണം, നിങ്ങൾ ലൈറ്റ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ പഠിക്കണം ആക്ട് ലിറ്റം എന്ന് പറഞ്ഞാൽ കോടതി ഒരാളെ അപ്പോയിന്റ് ചെയ്യാണ് മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി. നോ, യു കൻ ഈസിലി കണക്ട് ഫ്രം ദാറ്റ്. ലൈറ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. ചൈൽഡിന് പറ്റാത്ത സമയത്ത് എന്ത് പ്രൊസീഡിങ്സ്, ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നും പറ്റാത്തപ്പോൾ കോടതി നിയമിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഗാർഡിയൻ ആഡ് ലിറ്റം എന്ന് പറയുന്ന പാറ്റേൺസ്. ഗാർഡിയൻ ആഡ് ലിറ്റം നിങ്ങൾക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഗാർഡിയൻ ആഡ് ലിറ്റം പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ലിറ്റിഗേഷൻ, നിയമ വഴിയുള്ള പാറ്റേൺ. ഒപ്പോസ് ടു ഗാർഡിയൻ who would have an whole legal responsibility. An attorney ad litem is a court appointed lawyer who represents a child during a legal action. ഒരു ലീഗൽ ആക്ഷൻ ചൈൽഡിന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ആരെ? അറ്റോർണി ആഡ് ലിറ്റം. അറ്റോർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അറ്റോർണി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇംഗ്ലണ്ടിലൊക്കെ അറ്റോർണി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കവിടെ തന്നെ അവിടെ ഉണ്ട് അറ്റോർണി ജനറൽ. ആരാണ് അറ്റോർണി ജനറൽ? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസർ, സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി കേസ് വാദിക്കുന്ന ആളാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആണല്ലോ അറ്റോർണി ജനറൽ. താഴത്തേക്ക് പിന്നെ വരുമ്പോൾ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, രണ്ടാമത്തെ ലോ പൊസിഷനിൽ വരുന്നത് സോളിസിറ്റർ ജനറൽ. നമ്മൾ ജിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ എന്നൊക്കെ പറയുന്ന പാറ്റേൺ. അപ്പോൾ അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വേഴ്സറി എന്ന് പറയുന്ന പാറ്റേൺ ആണ്. എന്താണ് അഡ്വേഴ്സറി? See, adversary is a litigant opponent, the opposite party in a writ
or action, a party or opponent in a civil action, ഒരു സിവിൽ ആക്ഷനകത്ത് ഒരു റിട്ട് ജൂറിസ്ഡിക്ഷനകത്ത് ഓപ്പോസിറ്റ് വരുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് adversary. It can also refers to the opposing lawyer in a legal case. Adversarial means relating to an adversary. During the trial, the defense attorney and the prosecutor were adversaries. ഒന്നുമില്ല. അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോയി അത് പഠിക്കുക. ആക്ച്വലി ദിസ് ഇസ് ലീഗൽ, ബട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോയി പഠിക്കുകയാണ്. അഡ്വേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോണന്റ് ആണ്, നമുക്ക് എതിരായിട്ട് വരുന്ന സിറ്റുവേഷൻ ആണല്ലോ, ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അഡ്വേഴ്സറി സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി, അഡ്വേഴ്സ് സിറ്റുവേഷനിലൂടെ കടന്നുപോയി, ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് എതിരായിട്ട് വരുന്ന നമ്മുടെ ഒപ്പോണന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കേസിൽ നമ്മളിപ്പോൾ ഒരു കേസിൽ പ്രോസിക്യൂഷന് എതിരായിട്ട് വരുന്ന ഡിഫൻസ് അറ്റോർണി അല്ലെങ്കിൽ ഡിഫൻസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എതിരായിട്ട് വരുന്ന ആളല്ലേ. അപ്പോൾ എതിരായിട്ട് വരുന്നതിനാണ് അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ലിറ്റിഗൻ ഒപ്പോണന്റ്. അതായത് കേസിലെ എതിർ കക്ഷിയെ നമ്മൾ വിളിക്കുന്ന പേര്, എതിരാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വേഴ്സറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലീബിയെ കുറിച്ചാണ്. What do you mean by alibi? A Latin phrase means elsewhere, at another place, an assertion by a person that he or she was elsewhere. It is defense used in a criminal procedure wherein an accused person attempts to prove that they were somewhere else at the time of alleged offense was committed. ഒന്നുമില്ല. അലീബി എന്ന് പറഞ്ഞാൽ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡിഫൻസ് ആണ്. അതായത് ക്രൈം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ക്രൈം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ ഒരു ക്രൈം നടക്കുകയാണ്, അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യും, അറ്റൻഡൻസ് റേറ്റ് ചെക്ക് ചെയ്യുന്നു. ആണല്ലോ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ട് സാക്ഷിയൊക്കെ പറയിച്ച് കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ദിസ് ഇസ് അലീബി എന്ന് പറയുന്ന പാറ്റേൺ. ഇങ്ങനെ പെട്ടെന്നൊന്നും എളുപ്പത്തിൽ രക്ഷപ്പെടുന്നില്ല. ഇതൊരു പ്രൊസീജിയർ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാണ്. അലീബി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺസ് അലീബി ഈസ് ദ എവിഡൻസ് ദാറ്റ് പ്രൂവ്സ് ദാറ്റ് ഹിസ് ഇന്നസെൻസ്. എൻ്റെ നിഷ്കളങ്കതയെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ്. കോളേജിലൊക്കെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംഘർഷങ്ങളിലൊക്കെ വരുന്ന പിള്ളേർക്ക് അറിയായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ആണ്. ഞാൻ ഈ സമയത്ത് കോളേജിൽ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ടീച്ചറിനോട് ചോദിക്കുക അറ്റൻഡൻസ് രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ പ്രോക്സി അറ്റൻഡൻസ് ഒക്കെ വിളിപ്പിച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്യും, പ്രോക്സി അറ്റൻഡൻസ് ഒക്കെ വിളിപ്പിച്ച് അവരെ കൊണ്ട് ഈ പാറ്റേൺ പറയും ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചർ വന്നിട്ട് കൃത്യമായിട്ട് നമുക്കെതിരെ സാക്ഷി വരണം, ഇല്ല ഈ സമയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ അവിടെ തല്ലുപിടിക്കാൻ പോയി ആണ്. നമ്മൾ പ്രോക്സി അറ്റൻഡൻസ് വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അപ്പുറത്ത് പോയി അടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യാണ്, എന്ത് അലീബി ആർഗ്യൂ ആണ്. അലീബി ആർഗ്യൂ ചെയ്യുന്ന എന്താ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്. പേഴ്സൺസ് അലീബി അതൊരു എവിഡൻസ് ആണ് നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈസ് ചാർജ്ഡ് വിത്ത് കില്ലിംഗ്. ഒരു അക്യൂസ്ഡ് ആണ്. ചാർജ്ഡ് വിത്ത് കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അക്യൂസ്ഡ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു പാറ്റേൺ ആണ്, അക്യൂസ്ഡ് ആണ് എന്നുള്ളത്. However, എന്നിരുന്നാലും offers a shred of evidence that he was in a class on the day at the time of the murder. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഞാൻ പ്രസീത മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കായിരുന്നു എന്നുള്ള കാര്യം പറയാണ്. പ്രസീത മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കായിരുന്നു, മിസ്സിനോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കൂ, ഞാൻ അന്ന് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. മിസ് വന്നിട്ട് എനിക്ക് അനുകൂലമായിട്ടാണ് സാക്ഷ്യം പറയുന്നത് എങ്കിൽ അലീബിയായിട്ട് അത് കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കുക. The evidence could be in the form of witness who were in class along with A. എനിക്ക് വേണ്ടി മിസ് എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. And A on an attendance sheet showing him in a class, among other things. Thus the evidence demonstrate an alibi of A. This is alibi. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, അതാണല്ലോ നമ്മുടെ വിഷയം. അലീബി എന്ന് പറയുന്ന പാറ്റേൺ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. നമുക്ക് ഹണീബി എന്നുള്ള കാര്യം, ഹണീബി ഇങ്ങനെ പാറി പറഞ്ഞതല്ലേ. സോ ഹണീബി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, നമുക്ക് അങ്ങനെ ഓർക്കാൻ പറ്റും. ഹണീബി വേറൊരു സ്ഥലത്തായിരുന്നു ആണല്ലോ, പാറി പറഞ്ഞു നോക്കുക. അലീബി ഹണീബി യു കെൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. വേറൊരു സ്ഥലത്താണ് ഞാൻ ഹണി എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയിരുന്നു, ആ സമയത്ത് കൊലപാതകം നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് അലീബി. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു ഹൈക്കോടതി അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ എക്സാമിനേഷനിൽ ചോദിച്ചിരുന്ന ലീഗൽ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. വെറുതെ കുറച്ച് വാക്കുകൾ വൊക്കാബുലറി പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ആ സമയത്ത് എക്സാമിനേഷനിൽ ചോദിക്കുന്ന GK-യുമായി ബന്ധപ്പെട്ട കണക്ഷൻ, ആർട്ടിക്കിൾ 370 പ്രത്യേകത, ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യാലിറ്റി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പാറ്റേൺ ലീഗൽ ടേംസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ലീഗൽ ടേംസ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ I+ന്റെ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഷോർട്ട് കട്ട്സ്, ട്രിക്സ് ഒക്കെയാണ്. സോ ഡു join in our exclusive batch. That's all. Thank you. Bye.